വീട് പണിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയോടായിരിക്കും താല്പര്യം. ചിലർക്ക് മോഡേൺ, ചിലർക്ക് ട്രഡീഷണൽ, എന്നാൽ ചിലർക്ക് കണ്ടംപററി. ഇത്തരം ചില ശൈലികളുടെ ഒരു കോമ്പിനേഷൻ വരുന്ന വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ എപ്പിസോഡ്. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് എന്ന സ്ഥലത്ത് പ്രദീപ് പ്രശാന്തി ദമ്പതിമാരുടെ വീടാണ് സായുജ്യം. 22 സെൻറ്റ് പ്ലോട്ടിൽ 3000 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ഇത്. ഈ വീടിൻ്റെ ഗേറ്റും കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വുഡും ഗ്രേയും ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ്. കോമ്പൗണ്ട് വാളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ പെയിൻറ്റും അതുപോലെ തന്നെ വുഡിൻ്റെ ടൈൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വെഹിക്കുലർ എൻട്രിക്കും അതുപോലെ ഒന്ന് പെഡസ്ട്രിയൻ എൻട്രിക്കുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്ക് പോകാം. ഈ വീട്ടിലെ ലാൻഡ്സ്കേപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നടുക്കൊരു ഹൈലൈറ്റഡ് വാക്ക് വേ വരുന്ന രീതിയിലാണ് ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് ടൈൽസും അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഈ ഒരു ഹാർഡ്സ്കേപ്പ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് ട്രോപ്പിക്കൽ ലാംഗ്വേജിൽ വരുന്ന രീതിയിലുള്ള പ്ലാന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എലിവേഷനിൽ ഒരു കണ്ടംപററി പ്ലസ് ഒരു ചെറിയൊരു കൊളോണിയൽ ടച്ച് വരുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ക്ലാഡിംഗ് ടൈൽസും അതുപോലെ വുഡൻ ലൂവേഴ്സുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒരു സൈഡിൽ സ്ലോപ്പിംഗ് റൂഫും ഒരു ഹൈലൈറ്റിംഗ് എലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിലെ പാത്വേ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ്. വളരെ മിനിമലായിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ബെഞ്ച് സീറ്റിങ്ങും അതുപോലെ ഒരു ഷൂ റാക്ക് കം സീറ്റിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു മെയിൻ ഡോറും അതുപോലെ തന്നെ ഒരു 3 ഷട്ടർ വിൻഡോയും വരുന്നുണ്ട്. മെയിൻ ഡോറിൽ ടീക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോക്ക് ബയോമെട്രിക് ലോക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. എൻട്രൻസിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഫോയർ സ്പേസിലാണ്. ഈ ഒരു സ്പേസിൽ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ബുദ്ധ പാർട്ടിഷൻ വാള് തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു എസ്തറ്റിക്സിനായിട്ട് ചാക്കോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബുദ്ധ റെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിൽ വിനീർ ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫോയർ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് വാളിൽ ഒരു സിമെൻറ്റ് ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനായിട്ട് ഡബിൾ ഹൈറ്റിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷാൻഡിലിയറും അതുപോലെ നാച്ചുറൽ ലൈറ്റിന് സ്കൈ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയയിലാണ്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എസ്തെറ്റിക്സിനായിട്ട് റെഡിമെയ്ഡ് ചാക്കോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് മാർബിൾ ഫിനിഷ് വരുന്ന രീതിയിലാണ്. അതുപോലെ വുഡൻ എലിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടീക്കിൻ്റെ വിനീർ ഫിനിഷാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഡെക്കോർ ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സീലിംഗിൽ ഒരു വുഡൻ ഫ്ലൂട്ടഡ് പാനൽ വരുന്ന രീതിയിലുള്ള ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിലെ ടി വി യൂണിറ്റിനോട് ചേർന്നാണ് പൂജാ റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത്. ആ ടി വി യൂണിറ്റിൻ്റെ അതേ വുഡൻ ഫിനിഷ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫുൾ ഡോറെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോറ് നോക്കുകയാണെങ്കിൽ ആൻറ്റീക്ക് ഹാൻഡിൽസും അതുപോലെ ആൻറ്റീക്ക് ബെൽസ് ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിലെ ഫേർണിച്ചർ ലേഔട്ട് കുറച്ച് മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് സോഫയും അതുപോലെ ഒരു സ്വിംഗ് സീറ്റിങ്ങുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആക്സെൻറ്റ് വാളിൽ ഒരു ഫ്ലോറൽ മെറ്റൽ ഡെക്കോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് നോക്കുകയാണെങ്കിൽ ലൈറ്റിംഗ് പർപ്പസിനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. കുറച്ച് മിനിമലായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ചെയർസും മറു സൈഡിൽ ബെഞ്ച് സീറ്റിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ എസ്തെറ്റിക്സിനായിട്ട് പല ഹൈറ്റ്സിൽ വരുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്സെൻറ്റ് വാൾ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ആൻറ്റീക്ക് ആൻഡ് മിറർ വരുന്ന ഒരു കോമ്പിനേഷനിലെ ഡെക്കോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു മിനിമലായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ അണ്ടർ കൗണ്ടർ സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിലേക്കുള്ള വിസിബിലിറ്റി കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പാർട്ടീഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെക്കോസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണിത്. വിനീർ ഫിനിഷാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. സ്പേസിലെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫീച്ചർ വാളാണ്. ഇതൊരു ഫോട്ടോ വാൾ എന്ന രീതിയിലും ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ വിങ്സ് വരുന്ന ഒരു ഡെക്കോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിനോട് ചേർന്ന് ഒരു ക്രോക്കറി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമിൽ ഒരു ക്ലീൻ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് കൗണ്ടർ സ്പേസ് വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റും ഹാൻഡിൽസിന് പ്രൊഫൈൽ ഹാൻഡിൽസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റോറേജ് വരുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്.
സായുജ്യം എന്ന വീടിൻ്റെ ഓണേഴ്സായ മിസ്സസ് പ്രശാന്തി പ്രദീപും മക്കളായ ജയവർദ്ധനും സായിവർദ്ധനുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ്. നമസ്കാരം. വീട് വെക്കണം എന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായപ്പോൾ എന്തായിരുന്നു ഒരു മെയിൻ ഐഡിയ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് തോന്നിയത്? മെയിനായിട്ട് നമുക്ക് കണ്ടംപററി സ്റ്റൈലിലൊരു വീടായിരുന്നു നമുക്ക് മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടാണ് റൂഫിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. പിന്നെ ഇൻറ്റീരിയേഴ്സ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സായിരുന്നു. ഒരു 5 years മുന്നേ തന്നെ പല സ്ഥലത്തിലും നിന്നും കളക്ട് ചെയ്തതും ബാക്കി കാര്യങ്ങളുമാണ്. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോ പർപ്പസ് അനുസരിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങളുടെ കോൺട്രാക്ടർ, അതായത് ഹസ്ബൻഡിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇൻട്രാക്ഷനും ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത ഞങ്ങളുടെ ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വളരെ സന്തോഷമായിട്ടുള്ളൊരു വീടാണ് തന്നിട്ടുള്ളത്. എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഐഡിയാസ് എല്ലാം എത്രത്തോളം കംപ്ലീഷനിലേക്ക് എത്തി? ഏകദേശം ചില സമയങ്ങളിലൊക്കെ എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയാസിലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കും, പിന്നെ നമ്മുടെ ഐഡിയാസ് കുറേയൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വരും. എന്നാലും ഏകദേശം എനിക്ക് തോന്നുന്നു 80% എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഈ വീട്ടിലെ റൂംസ് എല്ലാം വാസ്തു കംപ്ലൈൻ്റ് ആണല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ഡിസൈനിങ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി വീട് വെസ്റ്റ് ഫേസിങ് ആണ്. അപ്പോൾ ഈസ്റ്റ് ഫേസിങ് അല്ലാതെ അപ്പോൾ ആ വാസ്തുവായിട്ട് കംപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഒരു 90% ഓക്കെയാണ്. വാസ്തു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയാണ് വെച്ചത്. പിന്നെ ടോയ്ലറ്റ്സിൻ്റെ പൊസിഷൻ അതൊക്കെ കുറച്ച് ഇതായിട്ട് വന്നിരുന്നു. അപ്പോൾ 1-2 എണ്ണം നമുക്ക് എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഏകദേശം നമ്മൾ ഫുൾഫിൽ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ് ചൂസ് ചെയ്തത്? മെറ്റീരിയൽസ് മെയിൻലി തേക്കും മൾട്ടിവുഡ് ഇതൊക്കെ കോമ്പിനേഷൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ഒരുപാട് മുറ്റമുണ്ടല്ലോ, അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സമയത്ത് ഡിസൈനിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഫ്ലോപ്പായിരിക്കും. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള, പിന്നെ അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഗേറ്റിൻ്റെ പൊസിഷൻ അങ്ങനെയുള്ളത്, ആ കല്ലൊക്കെ വിധിച്ച അതൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരുവിധം ചെയ്തു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തിരി പേര് വന്ന് കണ്ടവരും എല്ലാവരും ലാൻഡ്സ്കേപ്പിംഗ് ആണ് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഈ വീട്ടിലെ റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആണല്ലോ, അപ്പോൾ പ്ലാനിങ് സമയത്ത് തന്നെ അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നോ? അതെ തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ 2 പേരും വളരുമ്പോൾ അത് ഒരു സ്പേസ് കുറവ് അല്ലെങ്കിൽ ഇന്ന ഇതിൽ കാലത്തിനനുസരിച്ചുള്ള ചേഞ്ച് വേണം. എങ്കിൽ കൂടിയും ഏകദേശം ഇപ്പോഴുള്ള ട്രെൻഡിനനുസരിച്ചിട്ടുള്ളൊരു ഇതാണ്. പിന്നെ റൂംസൊക്കെ നമ്മൾ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന ഐഡിയാസ് അവിടെ നിന്നൊക്കെ കുറേയൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് എവിടെ ആയിരുന്നാലും തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു വീട് തന്നെയാണ് സായുജ്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മിനിമലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം സ്പേസും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ് സ്പേസും അതിനോട് ചേർന്ന് ഒരു സൈഡ് ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി സ്പേസും ഈ ബെഡ് സ്പേസിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിച്ച്വൈ പെയിൻറ്റിങ്സ് വരുന്ന ഒരു വാൾ പ്ലേറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് തീമാണ് ഈ ഒരു റൂമിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിനായിട്ട് വാർഡ്രോബ്സും ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഒരു കോൺക്രീറ്റ് ആൻഡ് വുഡിൻ്റെ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിന് ഗ്ലാസും വുഡും വരുന്ന ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. ഈ ഒരു ലാൻഡിംഗ് ഏരിയയിൽ ഒരു ബേ വിൻഡോ സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫിക്സഡ് ഗ്ലാസും താഴെ UPVC സ്ലൈഡിംഗ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ലിവിങ് സ്പേസിലാണ്. ഇവിടെ മിനിമൽ ആയിട്ടാണ് ഫേർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സോഫ സീറ്റിങ്ങും പിന്നെ ഒരു TV യൂണിറ്റുമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫേർണിച്ചർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. താഴത്തെ ഫോയർ ഏരിയയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു വുഡൻ ലൂവേഴ്സിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ കിഡ്സ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ റൂംസിലേക്കുമുള്ള ആക്സസ് ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ ബാക്കിൽ വരുന്ന ആക്സെൻറ്റ് വാളിൽ വാൾ സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. സ്റ്റോറേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡിലും സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ വാർഡ്രോബിനും ഒരു 2 ഷട്ടർ സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റിലും ഒരുപാട് സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു ബാൽക്കണി സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തെ ലാൻഡ്സ്കേപ്പിലേക്കുള്ള നല്ലൊരു വ്യൂ ആണ് ഈ ഒരു സ്പേസിലുള്ളത്. ഗ്ലാസ് ഹാൻഡ് റെയിലും അതുപോലെ വുഡൻ ലൂവേഴ്സിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ വെർട്ടിക്കൽ GI സെക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റഡി റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ സ്റ്റഡി ടേബിളിനെ 2 സെക്ഷൻസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആൻഡ് ക്ലോസ് ഷെൽഫ്സ് വരുന്ന രീതിയിലാണ് ടോപ്പ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിങ്ങിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. റസ്റ്റിക് ബ്ലൂ കളർ തീമിലാണ് ഇവിടുത്തെ ടൈൽസ് കൊടുത്തിട്ടുള്ളത്.
സായുജ്യം എന്ന ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം. നമസ്തേ.